ശ്രീ അബിൻ വർക്കി, ഇന്ന് താങ്കളുടെ ദിവസമാണ്. ഗംഭീരമായ വിജയം, തിളക്കമാർന്ന വിജയം UDF-ന് നേടാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ പഞ്ചായത്തുകളിൽ 500 എന്ന നമ്പർ കടന്നിട്ടുണ്ട്, 503ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതാണൊരു പൊളിറ്റിക്കൽ പാറ്റേണിൽ ജനം വോട്ട് രേഖപ്പെടുത്തും എന്ന് നമ്മൾ കരുതുന്നു. അവിടെയും തികഞ്ഞ ആധിപത്യം പുലർത്താൻ കഴിയുന്നു. കോർപ്പറേഷനുകൾ ഇടത് കോട്ടകളിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്? വിജയത്തിൻ്റെ ഘടകമായി മാറിയത് എന്തൊക്കെ എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് അബിൻ വർക്കി? ഞങ്ങൾ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് നന്ദി പറയുകയാണ്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ച പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുജനങ്ങൾ, അവരൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. ഞങ്ങൾ ഈ വിജയത്തിൽ അമിത ആഹ്ലാദം ഒന്നും പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു വിജയത്തിലെ ഏറ്റവും കൂടിയ ഉത്തരവാദിത്തം എന്താണോ ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കഴിഞ്ഞ 9 കൊല്ലത്തെ ദുർഭരണം, ആ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇത് ശ്രീ പിണറായി വിജയൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെയുള്ള വലിയ ജനവിരുദ്ധമായ ജനവികാരം അദ്ദേഹത്തിനോടുള്ള ജനവികാരം വലുതാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കിട്ടിയ വോട്ടുകളും അതിൽ BJPക്കോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷികൾക്കോ ഇതിനകത്ത് ഒരു വിശ്വാസ്യതയില്ല എന്ന് ജനം കണ്ടതിനെ തുടർന്നാണ് UDF-ന് ആ വോട്ടുകളൊക്കെ ചെയ്ത് UDF-ൽ വിശ്വാസം അർപ്പിക്കാൻ ജനം തീരുമാനിച്ചതിൻ്റെ കാരണം. രണ്ടാമത്തെ കാരണം, ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, സത്യത്തിൽ നമ്മളൊരു തോൽവി വന്നാൽ ആ തോൽവിയിൽ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തിരുത്തും എന്ന് പറഞ്ഞാൽ അതാണ് ഭംഗി. അല്ലാതെ ഇവിടെ BJPയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ചാണ് പ്രചരണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ, സത്യത്തിൽ CPI-യുടെ നേതാക്കന്മാർ ഈ കഴിഞ്ഞ മാസമാണ് പറഞ്ഞത് SFI-കാരോട് സമരം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം മുണ്ട് മടക്കി കുത്തുമ്പോൾ അടിയിലുള്ള കാവി കളസം ജനം കാണുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആരൊക്കെയാണ് ഒന്നിച്ചുണ്ടായിരുന്നതെന്ന് കൂടെ ഉണ്ടായിരുന്ന CPI-യിലെ ബിനോയ് വിശ്വത്തോട് ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ ഇത് പഠിപ്പിക്കാൻ വരാൻ എന്ന് മാത്രമേ എനിക്ക് എൻ്റെ CPM പ്രതിനിധിയോട് പറയാനുള്ളൂ. മൂന്നാമത്തെ കാരണം, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ശബരിമല ഉൾപ്പെടുന്ന വിഷയം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. കാരണം എന്താണ്? അമ്പലക്കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ജനം വിലയിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. 2 പേർ ജയിലിൽ കിടക്കുകയാണ്. ആ 2 പേരും ഇന്നും CPM-ൻ്റെ അംഗങ്ങളാണ്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ, CPM-ൻ്റെ അംഗമാണ് വാസു. ഈ 2 പേരെയും പുറത്താക്കാതെ ഇന്നും സംരക്ഷിച്ചു നിർത്തുന്ന CPM-ൻ്റെ നടപടി, ആ നടപടി കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളും, കാരണം ഇത് വിശ്വാസമുള്ളവരുടെ മാത്രം പ്രശ്നമല്ലല്ലോ ശബരിമല, അവിശ്വാസികളുടെ ഒക്കെ പ്രശ്നമാണ്. കാരണം ഞാനൊരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാൾക്കും ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതൊരു അമ്പലക്കൊള്ള തന്നെയാണ്. അങ്ങനെ അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേരളം വിധി എഴുതിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.